സുലഭന ടീച്ചർ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഓട്ടടയാണ്. ഓട്ടട എന്ന് പറഞ്ഞാൽ ഓട്ടയുള്ള അടയല്ല, അത് വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത്, അതേസമയം വളരെ ടേസ്റ്റി ആയിരുന്നു. മറ്റേ അട പുഴുങ്ങുകയാണെങ്കിൽ അതിന് കുറച്ച് പ്രോസസ്സൊക്കെ ഉണ്ട്, നേരെ വാട്ടണം, നെയ്യ് പറ്റണം, അതൊക്കെ ഉണ്ട്. ഇത് അതൊന്നുമില്ല, പെട്ടെന്ന് നമ്മൾ 4 ഇല ചീന്തി അതിനെ നോക്കും. അതിന് വേണ്ടി ഇൻഗ്രീഡിയൻസ് ഇതാ: അരിമാവ് ഞാൻ തിളച്ച വെള്ളത്തിൽ, അരിപ്പൊടി ഞാൻ കുഴച്ച് വെച്ചു, ശർക്കര ഞാൻ അരിഞ്ഞ് വെച്ചു, ശർക്കരപ്പൊടി ഞാൻ മേടിക്കാറില്ല, നാളികേരം, പിന്നെ ഒരു ലേശം നെയ്യ്, അത്ര മാത്രമേ ആവശ്യമുള്ളൂ, വേറെ ഒന്നും ആവശ്യമില്ല. ഇതാണ് ഓട്ടട ഉണ്ടാക്കുന്നത്. ഇതിൽ പഴം ഇട്ട് കഴിഞ്ഞാൽ അത് പൂവട എന്ന് പറയുന്നത്. അതിന് പൂവട എന്നാണ് പറയാം, പഴം ഇട്ടിട്ടുള്ളത്. അതും ഞാൻ വേറെ കാണിച്ചു തരാം കേട്ടോ. നെയ്യ് ഇലയിൽ പറ്റുക, അത് ആവശ്യമുണ്ടെങ്കിൽ മതി, അതിലെ വാട്ടൊന്നും വേണ്ട. ഇത് സ്പെഷ്യൽ അടയാണ് ഓട്ടട എന്ന് പറഞ്ഞാൽ. നമുക്ക് വെള്ളത്തിൽ കുഴക്കണം, എപ്പോഴും തിളച്ച വെള്ളത്തിൽ മാവ് കുഴക്കണം കേട്ടോ. അരിപ്പൊടി നല്ല മിനുസുള്ള പൊടി വേണോ വേണ്ടത്, അത് കുഴക്കുക. അല്ലെങ്കിൽ നമുക്ക് അരച്ചിട്ടും ഇത് ഉണ്ടാക്കാം, വളരെ ഈസിയാണ് അരച്ചിട്ടുണ്ടാക്കാം. ഞാൻ പിന്നെ അരയ്ക്കാൻ നിന്നില്ല, അതുകൊണ്ടാണ്. ചെറിയ ചെറിയ അടകൾ മതി, അത് നല്ല സ്വാദ്. ഒരു പൂവട ഉണ്ടാക്കാം. ഉരുട്ട വളരെ കനം കുറച്ച് പരത്തണം. ഇങ്ങനെ അരച്ച് വെച്ചാൽ എളുപ്പമുണ്ട്, പരത്തൊന്നും വേണ്ട. വളരെ തിന്നായിട്ട് പരത്തിയാൽ നല്ല, എത്ര തിന്നാവണോ അത്രയും നല്ലതാണ് അടയ്ക്ക്. കട്ടി കൂടുതൽ പാടില്ല, ഈവണായിട്ട് പരത്തണം. ഇതൊന്ന് പരത്തിനെ നാലട ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. വളരെ തിന്നായിട്ട് ഞാൻ പരത്തിയിട്ടോ. ഇത് ഓട്ടടയാണ്, അതായത് ചുട്ടെടുക്കുന്ന അടയാണ്, അതാണ് ഓട്ടട എന്ന് പറയുന്നത്. അടുപ്പിൽ ചുട്ടെടുക്കുക, നമ്മൾ പുഴുങ്ങിയ അടയില്ല, അത് ഡിഫറെൻ്റാണ്, അത് ഞാൻ വേറെ പറഞ്ഞു തരാം കേട്ടോ. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്, അതേസമയം മറ്റേ അടയുടെ പോലെ തന്നെ ടേസ്റ്റ് ഉള്ളതുമാണ്. ഇനി അത് കഴിഞ്ഞാൽ ഇതിൽ നേന്ത്രപ്പഴം പുഴുങ്ങിയിട്ടില്ല, പച്ച നേന്ത്രപ്പഴമാണ്. ഞാൻ അതിന് കുട്ടികൾക്ക് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ്, പഴമൊന്നും കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ചെയ്തത്. പഴം അരിഞ്ഞിടുക. അത് നിങ്ങൾക്ക് ഓരോ ഐറ്റംസ് വേണമെങ്കിൽ അടയിലിടാം കേട്ടോ. ഇത് ഞാൻ ഈ പടത്തിൽ നേന്ത്രപ്പഴമാണ്. ശർക്കര ഞാൻ അരിഞ്ഞ് വെച്ചതാണ്, ഞാൻ ശർക്കരപ്പൊടി മേടിക്കാറില്ല, ശർക്കര അരിഞ്ഞ് വെച്ചു, അതായത് വെറുതെ നമ്മൾ അരിഞ്ഞ് വയ്ക്കുക, അത്ര കിട്ടും. ഇനി ശർക്കര ഇതിലൂടെ, ഇതൊക്കെ വെറും പ്ലെയിൻ അടയണം കേട്ടോ. ഓപ്പോസിറ്റ് സൈഡിലിട്ടാൽ മതി, ഒരു സൈഡിലിട്ടാൽ മറ്റേ സൈഡിലും കൂടെ ശർക്കര വരും. നമ്മുടെ ഇഷ്ടംപോലെ ഇടാം, അത് കൂടുതലൊന്നും ഇടണ്ട, എന്നാലും ഇടാം, നല്ലതാണ്. പൂവടയിൽ തേങ്ങ ഇടുന്നു കേട്ടോ. ദോശ ഈ നോൺ സ്റ്റിക്ക് തവ നല്ലോണം ചൂടായി, അപ്പോൾ ഞാനത് അരിഞ്ഞിട്ട് മടക്കിയിട്ടിടും, മറിച്ചിട്ടുണ്ടെങ്കിൽ കിടന്ന് പാകാവട്ടെ. 1 മിനിറ്റ് എടുക്കുള്ളൂ കേട്ടോ, ശരിക്കും 1 മിനിറ്റ്. അപ്പോൾ 2 സൈഡ് വെന്ത് കഴിഞ്ഞാൽ നമുക്കത് അറിയാൻ പറ്റും. ഇട്ടുകൂട്ടോ, അതാ കേട്ടോ ഓട്ടട എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായില്ലേ, അതായത് ഇത് ഇങ്ങനെ ചെയ്യുന്നില്ല. പൂവട പിന്നെ ചൂടാട്ടാ. ഓട്ടട ഉണ്ടാക്കി എത്ര ഈസിയാണെന്നറിയോ, വളരെ ടേസ്റ്റ് ഉള്ളതാണ്. അത് കണ്ട് ചുട്ടെടുത്തു, ഞാനത് കഴിഞ്ഞ് പ്ലേറ്റിൽ വെച്ച് നോക്കും. ഇലയുടെയാണ് അത്. ഇത് ഏറ്റവും ഈസിയാണ്, ഇത് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കും, നിങ്ങൾക്കും കഴിക്കാം. ഷുഗർ പേഷ്യൻസ് കഴിക്കരുത്, അവർക്ക് അത് നല്ലതല്ല. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ഷെയർ ചെയ്യുകയോ എന്ന് നിങ്ങളുടെ സ്വന്തം സുലഭന ടീച്ചർ.